ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്ന അമ്മേ? പറ. റൈസ് എന്നുവെച്ചാൽ മസാലയെല്ലാം ഇട്ട് ഇത് എൻ്റെ ഈ റെസിപ്പി ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് അല്ലേ. ഞാൻ ഇത് എത്ര നാളുണ്ട് അമ്മ? കുറേ നാളുകൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അതിൻ്റെ വേറെ വകഭേദങ്ങളൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം കണ്ട് ബ്രെഡ് ഫ്രൈ ചെയ്തിട്ടിട്ടോളൂ. ഒരുപാട് ഇടണ്ട, മധുരം വരും. പക്ഷെ നമ്മൾ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. മതി അതല്ലേ അങ്ങോട്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാൻ പ്ലേറ്റ് ഇല്ല. സത്യത്തിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഈ ബ്രെഡ് ഇങ്ങനെ ഇട്ടില്ല കേട്ടോ. നമ്മൾ അടുത്ത സ്റ്റെപ്പ് തൊട്ട് സാധാരണ ചെയ്യാറുള്ളത്. ഒരുപാട് എണ്ണ എടുക്കാത്തതാണേ. ഓയിലി ഫുഡ് അധികം ശരിയാവത്തില്ല. അതെ, ഇതിനാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊറോയ ഇപ്പോൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയി. ചൂട് കുറഞ്ഞിട്ടുണ്ട്. അതിലിടാണോ ഉള്ളി? മൊത്തം വേണോമ്മേ? അല്ല, ആണോന്ന് ചോദിച്ചാൽ. അപ്പോൾ ഇത് പൊട്ടി തുടങ്ങുമ്പോൾ അതൊന്നും എടുത്തിടും. അത് വേറെ ഉണ്ട്. എന്തുവാ? ഇതിട്ടിട്ടാ വെളുത്തുള്ളിയും മല്ലിയില ഇടുന്നില്ല, വെളുത്തുള്ളിയും പച്ചമുളകും. അപ്പോൾ അതേ നമ്മളിനി മല്ലിയില ലാസ്റ്റാണേ. കുറച്ച് പച്ചമുളക് മതി എന്ന് പറയും. ബാക്കി സലാഡ് ഇട്ടു. വെളുത്തുള്ളി ഇത് വേണമെങ്കിൽ ചതച്ചിടാം. അപ്പോൾ ഇനി ചതയ്ക്കാൻ എന്നാൽ സമയം പോകും. അതുകൊണ്ട് ചതച്ചിടുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലേ. ഓക്കെ, മല്ലിയില ലാസ്റ്റിലത്തേക്കാണേ. ഇച്ചിരി കളർ ചേഞ്ച് വരണം. പക്ഷെ നമ്മൾ ചതച്ചിട്ടാൽ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും. ഇനി കുറച്ചായാൽ മതി. കാര്യം നമ്മളിനി ബാക്കിയെല്ലാം കൂടി ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും. നമുക്കിപ്പോൾ സവാള കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് പല പല ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. കൈ കൊള്ളല്ലേ? പ്രോയാമ്മേ, പ്രോ വീട് കണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ കുറച്ചങ്ങ് ഉപ്പിടും. എനിക്ക് ക്ഷമയില്ല, പെട്ടെന്ന് കളർ മാറിക്കോളും. ഇടയ്ക്ക് ചൂട് കുറയ്ക്കണം, ഇടയ്ക്ക് ചൂട് കൂട്ടണം. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ല. ഇനി ഞാൻ സാധാരണ ഇടുന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇടുന്നത് എല്ലാം ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യുന്നേ. പക്ഷെ ഒരു വട്ടം അമ്മ ഓരോന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി മിക്സ് ചെയ്ത് പിന്നെ അടുത്ത പൊടി ഇട്ട് മിക്സ് അങ്ങനെ ചെയ്ത് തുടങ്ങിയില്ലേ. അതിനുശേഷം ഞാനും അത് മാത്രം ഞാൻ കോപ്പി അടിച്ചേ. റെസിപ്പിയൊക്കെ എൻ്റെയാ, പക്ഷെ അമ്മ അങ്ങനെ സെപ്പറേറ്റ്. ഇപ്പോൾ ആദ്യം ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും. സാധാരണ അമ്മ അന്ന് എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഓരോ പൊടി ഇട്ടേ. എനിക്ക് പിന്നെ രണ്ട് ഇതായിട്ട് ചെയ്യും. മഞ്ഞപ്പൊടി മുളക് പൊടി ഒരുമിച്ച് പോകുമല്ലോ. കാശ്മീരി മുളക് പൊടിയല്ലേ ഇത്? കുറച്ച് നല്ല എരിവുണ്ട്. കുരുമുളക് പൊടി കൂടി ഇടാനുള്ളതാണ്. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോൾ റെസിപ്പി കൂടി വന്നു. എന്ന് വെച്ചാൽ ആദ്യം ഞാൻ കുരുമുളക് പൊടി ഇടാറില്ല. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ മല്ലിപ്പൊടി ആഡായി, കുരുമുളക് പൊടി ആഡായി, അങ്ങനെ ഓരോരോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റായി. കുരുമുളക് ചോറിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം ഇച്ചിരി ഇടും, പിന്നെ ലാസ്റ്റ് ചോറിന് മേലെ ഇടും. പക്ഷെ ഭയങ്കര എരി വരില്ല അമ്മേ. പാകത്തിന് നല്ല എരി കുറവ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി എരി വേണമെന്ന് തോന്നുള്ളൂ. കണ്ടോ നമ്മൾ എത്ര ഉള്ളി ഇട്ടതാ. ഷെഫ് ഹരിത പ്രോയ. എനിക്ക് ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഞാൻ ഈ ഇടയ്ക്ക് ആഡ് ചെയ്തതാണ്. ഈ ഒരു ഗരം മസാല കറിക്ക് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ലേ. ഞാൻ അപ്പോൾ റൈസിന് കുറച്ച് ഇട്ട് നോക്കി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എഗ് മസാലയാണേ. ഇത് ഇതിന് മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂല്ലോ.
അതിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. കൊതുക് ചിലപ്പോൾ കുറച്ചും കൂടെ വേണ്ടി വന്നാൽ നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പണ്ട് ഞാൻ ഇതെല്ലാം ഒരുമിച്ചിട്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് കഴിയുമായിരുന്നു. ഒരു മണം വരുന്നില്ലേ? അടുത്തത് മല്ലിപ്പൊടി. ഇത് നമ്മൾ ചോറ്റാനിക്കരയിൽ വാങ്ങിച്ച കേട്ടോ, അവിടെ പൊടിപ്പിച്ച്. ഇനിയിപ്പോൾ സ്ഥലം എടുത്ത് പറയുമ്പോൾ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. ചോറ്റാനിക്കര വാങ്ങിച്ചാണ് ചോറ്റാനിക്കരയിൽ വാങ്ങിച്ചതാന്ന് തന്നെ പറയും. കാരണം തൊട്ട് മുമ്പത്തെ വീട്ടിലൊരു കമന്റ് ഉണ്ടായിരുന്നു, ചോറ്റാനിക്കര മാത്രമല്ല മല്ലിപ്പൊടി പൊടിക്കുന്നത്, എല്ലായിടത്തും മല്ലിപ്പൊടി. ഞാൻ പറഞ്ഞു ചോറ്റാനിക്കര മാത്രമാണ് പൊടിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞത് എന്താ, അവിടെ നിന്ന് പൊടിപ്പിച്ച പൊടി വാങ്ങിച്ചു. അത് പറഞ്ഞപ്പോൾ അതിനും കുറ്റം. പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇപ്പോൾ എടുത്തപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇച്ചിരി കുരുമുളക് പൊടി ഇടും കേട്ടോ, ശർക്കര എടുത്തോളൂ. ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അത് സലാഡ് കൂട്ടി കഴിക്കുമ്പോൾ എരിയൊക്കെ ബാലൻസ് ആവും. വലിയ എരിയൊന്നും വരത്തില്ല. പിന്നെ മിക്കവരും ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി നേരത്തെ കഴിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ റെസിപ്പി പിന്നെ എന്നൊക്കെ പുച്ഛിക്കുന്നവരോട് പറയാണ്, ഞാൻ എവിടെയും കണ്ടില്ല, എനിക്ക് സ്വന്തമായിട്ട് ഐഡിയ വന്നിട്ട് ശരിയാണ്. ഞാനിതിൽ പേറ്റന്റ് എങ്ങനെ കൊടുത്താലോ എന്നൊരു ആലോചിക്കുന്നുണ്ട്, ഏതെങ്കിലും ഹോട്ടലിൽ കൊടുത്തിട്ട്. നമ്മളിത് അടുക്കോട്ട് വെച്ചിട്ട് നമ്മൾ ചോറ് ഇതേ ഇത് മറ്റേ ബിരിയാണി റൈസ് അല്ലേ ഇത്? ബിരിയാണി റൈസാണേ. എല്ലാ റൈസ് വെച്ചും ചെയ്യാം, പക്ഷെ എനിക്ക് ഇത് വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു കാണാൻ പറ്റുന്നില്ല അല്ലേ നേരത്തെ. നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇഷ്ടമുള്ളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ഇങ്ങനെ അല്ലല്ലോ, ഇച്ചിരി തുടങ്ങിയതാ. അപ്പോഴാണ് ഇത്രയും റെസിപ്പി ആയത്. അതിക്ക് നാരങ്ങ നീര് ഇച്ചിരി ഒഴിക്കുമായിരുന്നു പുളിക്ക് വേണ്ടിയിട്ട്. എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനത്തെ ചോറൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ നമുക്ക് കൂട്ടാനും വേണ്ട, കുറച്ച് ഉള്ളിയും കുറച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ. തക്കാളി ചോറിൽ ഗ്രീൻ പീസൊക്കെ ഇടും. ഇതിലും വേണം ഇടാം, നമുക്ക് എല്ലാം ആഡ് ചെയ്യാം. കപ്പലണ്ടി വേണമെങ്കിൽ അമ്മ ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലെമൺ റൈസിന് ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. മസാലയൊക്കെ ഇടുമ്പോൾ അത് നമുക്കൊരു കാര്യം മറന്നുപോയി, ബ്രെഡ് ഇട്ടാലും പോരെ? ഇത് സാധാരണ ഞാൻ ഇത് മിക്സ് ചെയ്യണോ? മിക്സ് ചെയ്തു. ഞാൻ ഇത് സാധാരണ ഇടാറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മറന്നുപോയത്. അമ്മ ഇപ്പൊ ആ കപ്പലണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ബ്രെഡ് വർക്ക് വെച്ചായിരുന്നു ഓർമ്മ വന്നേ. അതില് എന്താണ് അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നത് നല്ലതാണ്. ഞാൻ ഒരു പ്രാവശ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്, ബ്രെഡും ഇട്ടിട്ടുണ്ട്, നാരങ്ങനീര് വെച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഗരം മസാല മല്ലിപ്പൊടി ഇടത്തില്ലായിരുന്നു. ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമുക്കിനി ഉള്ളത് നമുക്ക് ഓഫ് ചെയ്യട്ടെ. ഞാൻ മല്ലിയിലേ ഉള്ളു. അപ്പൊ മല്ലിയില വേണ്ടേ, ഇല കുറവായിരുന്നു ആദ്യം എടുത്തപ്പോൾ. ഇങ്ങനെ അവിടെ ഇവിടെ നല്ല ഭംഗിക്ക് വേണ്ടി ഇത് ലാസ്റ്റ് കഴിക്കാൻ നേരത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അതുവരെ ഇപ്പം ഞാൻ ഒരു പാത്രം വെച്ചോ പ്ലേറ്റ് വെച്ചോ അടച്ചു വെക്കും. സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ. ഞാൻ ആ പ്ലേറ്റ് എടുക്കട്ടെ. അടുക്കോട്ട് വെച്ചെന്ന് വെച്ചാൽ പ്ലേറ്റ് ചെറുതാ. ഫിനിഷ്ഡ്. കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാം. ഹായ്, നല്ല മണം. മിക്സ് ചെയ്യട്ടെ. ഓ, മണമില്ലേ അമ്മേ? നല്ല മണമില്ലേ? ഹായ്, വേണേ. സലാഡുണ്ട് കൂട്ടി കഴിക്കാൻ. സലാഡും പപ്പടവുമാണ് കോമ്പിനേഷൻ. പപ്പടം കണ്ടമ്മേ? കുട്ടിപ്പപ്പടം നമ്മള് ഗുരുവായൂർ വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് കഴിച്ച് കാണിക്കാം. കാറ്റ് കാരണം എല്ലാം മറന്നുപോകും. ഞാനത് കയ്യിലിടെ. അതാണ് പപ്പടം എടുക്കുക.
ഇവിടെ കാണിക്കണമേ ചോറതാ നല്ല മണമുണ്ടേ. എന്നിട്ട് ഇച്ചിരി സലാഡ് എടുക്കുക. അടിപൊളി അടിപൊളി. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എപ്പോഴും കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പോലും എന്നെ കൂട്ട് പച്ചക്കറി കഴിക്കാൻ വേണ്ടിയുള്ളവർക്ക് ഇങ്ങനത്തെ ഉള്ള ഒക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു വെറൈറ്റി റൈസാ. ബിരിയാണിയും മറ്റേ ലെമൺ റൈസോ ടൊമാറ്റോ റൈസോ ആ ടേസ്റ്റ് ഒന്നുമല്ല, വേറൊരു ടേസ്റ്റാ. അപ്പൊ നിങ്ങളുടെ ആഡ് ഓൺസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കുറെ വട്ടം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ റെസിപ്പി. ഇപ്പൊ ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ തോന്നി ഇട്ടു. കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് പറയണം, എങ്ങനെ ഉണ്ടായതൊക്കെ പറയണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയും ബൈ. കഴിക്കട്ടെ.